യൂറോളജി എന്നുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി തന്നെ ഉണ്ട് യൂറിൻ അല്ലേ. ഇപ്പോൾ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതായത് ഉണ്ടാക്കുന്ന അവയവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സർജിക്കൽ വിഭാഗമാണ് യൂറോളജി. അതുകൂടാതെ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ട് ഒരു 50 വയസ്സ് കഴിയുമ്പോൾ പുരുഷന്മാർക്ക് കാണുന്ന പ്രോസ്റ്റേറ്റ് വീക്കം, അത് മൂത്രത്തിൽ തടസ്സം ഉണ്ടാക്കും, മൂത്രം അവിടെ കെട്ടിക്കിടക്കും, അത് മൂത്രത്തിൽ പഴുപ്പുണ്ടാക്കാം, പിന്നെ മൂത്രം ഒഴിക്കാൻ സ്പീഡ് കുറവുണ്ടാക്കാം. ഈ വൃക്കകളിലെ കല്ലുകൾ, ആദ്യമേ നമുക്ക് വൃക്കയുടെ കല്ലുകളിലെ ഘടനകൾ അറിയാം. മെയിൻലി ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് 2 തരത്തിലുള്ള കല്ലുകളാണ്. ഒന്ന് കാൽസ്യം ഓക്സലേറ്റ്, രണ്ടാമത്തെ യൂറിക് ആസിഡ്. മൂത്രനാളിൽ കൂടെ സുഖമായിട്ട് കടന്നുപോയി മൂത്രസഞ്ചിയിലെത്തി ആ കിഡ്നിയിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന കിഡ്നിയിലെത്തി നമുക്ക് ആ കിഡ്നിയുടെ ഓരോ അറകളെയും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ലേസർ കടത്തി വിട്ട് അതിനെ പൊടിച്ചെടുക്കാൻ പറ്റും. നമസ്കാരം. ഞങ്ങളുടെ സെൻറ് മേരീസ് ഹോസ്പിറ്റലിൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റ് എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. യൂറോളജി അഥവാ വൃക്ക സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്. ഈ ഒരു അസുഖത്തെക്കുറിച്ച് പുറത്തു പറയാൻ എല്ലാവരും മടി കാണിക്കുന്നു. എന്നാൽ ശരിയായ അറിവ് ലഭിച്ചാൽ ഇങ്ങനൊരു പ്രശ്നം നമുക്കൊരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. ഇന്നത്തെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് കൂടുതൽ സംസാരിക്കാനും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിച്ച് തരുവാനും നമ്മളോടൊപ്പമുള്ളത് സെൻറ് മേരീസ് ഹോസ്പിറ്റലിൻ്റെ യൂറോളജിസ്റ്റ് ഡോക്ടർ അൽഫോൺസ് ജിതൻ സാറാണ്. വെൽക്കം സാർ. നമസ്കാരം സാർ. ഈ യൂറോളജി എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കിപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ട്. എന്നാൽ ഈ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്താണെന്നും ഒരു യൂറോളജിസ്റ്റിൽ സമൂഹത്തിലുള്ളൊരു പ്രാധാന്യം എന്താണെന്നും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? യൂറോളജി എന്നുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി തന്നെ ഉണ്ട് യൂറിൻ അല്ലേ. ഇപ്പോൾ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതായത് ഉണ്ടാക്കുന്ന അവയവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സർജിക്കൽ വിഭാഗമാണ് യൂറോളജി എന്നുള്ളത്. അപ്പോൾ നമുക്ക് യൂറിൻ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം, വൃക്കകളിൽ നിന്നാണ് യൂറിൻ ഉണ്ടാക്കുന്നത്. നമുക്ക് 2 വൃക്കകളുണ്ട്. വൃക്കകളിൽ നിന്ന് യൂറിൻ വരുന്നൊരു ട്യൂബുണ്ട്, യൂറീറ്റർ എന്ന് പറയുന്ന ട്യൂബുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ മൂത്രം ശേഖരിച്ച് വെക്കുന്ന മൂത്രസഞ്ചി അഥവാ യൂറിനറി ബ്ലാഡറുണ്ട്. അതിൻ്റെ താഴെ മൂത്രനാളിയുണ്ട്, മൂത്രം പോകാൻ വേണ്ടിയുള്ള. ആ നാളിക്ക് ചുറ്റും പുരുഷന്മാർക്ക് കാണുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുണ്ട്. അപ്പം ഈ അവയവങ്ങളെല്ലാം അതിൻ്റെ സർജിക്കൽ ആ രോഗങ്ങളെ ബാധിക്കുന്ന അതിൻ്റെ രോഗങ്ങളുടെ സർജിക്കൽ വിഭാഗങ്ങളാണ് ഈ യൂറോളജി ഡീൽ ചെയ്യുന്നത്. അപ്പം മെയിൻലി അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്, മിക്കവർക്കും കാണുന്ന ഒരു അസുഖമാണ് കിഡ്നിയിൽ കല്ലുകൾ, വൃക്കകളിൽ കല്ലുകൾ. ആ കല്ലുകൾ വരാം. പിന്നെ വൃക്കകളിൽ നമ്മൾ അൾട്രാസൗണ്ടിലൊക്കെ യാദൃശ്യമായി കണ്ടുപിടിക്കുന്ന ചില ട്യൂമറുകൾ വരാം. ക്യാൻസർ അല്ലാത്തതായ ട്യൂമറുകൾ വരാം. പിന്നെ ബ്ലാഡറിൽ ട്യൂമർ വരാം, ബ്ലാഡറിൽ കല്ലുകൾ വരാം. ബ്ലാഡറിൻ്റെ തൊട്ട് താഴെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എല്ലാവർക്കും അറിയാം. പുരുഷന്മാർക്ക് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൽ വീക്കം വരാം. പിന്നെ അതിൽ ക്യാൻസർ വരാം. പിന്നെ മൂത്രത്തിൽ പഴുപ്പ് വരാം, മാറാത്ത മൂത്രത്തിൽ പഴുപ്പ്. പിന്നെ മൂത്രനാളി, ആ മൂത്രസഞ്ചിയിൽ നിന്ന് പോകുന്ന ആ വഴിയിലാണ് മൂത്രനാളി എന്ന് പറയുന്നത്. ആ നാളിയിൽ ചുരുക്കം വരാം. അങ്ങനെ പല അസുഖങ്ങളും വരാം. പിന്നെ ലിംഗമായി ബുദ്ധിമുട്ടുള്ള ഉദ്ധാരണശേഷി കുറവ്, പിന്നെ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ കുട്ടികളുണ്ടാകാൻ പ്രയാസമുള്ളത്. പിന്നെ വൃഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരാം. വൃഷണങ്ങളിൽ ട്യൂമർ വരാം. വൃഷണങ്ങളിൽ വെരിക്കോസീൽ എന്നൊക്കെ പറഞ്ഞ ഒരു അസുഖങ്ങൾ വരാം. അതായത് കാലിൽ ഞരമ്പ് പിടിക്കുന്ന പോലെ വെരിക്കോസ് വെയിൻ എന്നുള്ള പോലെ വൃഷണങ്ങളിൽ വെരിക്കോസീൽ വരാം. അത് തന്മൂലം സ്പെർമിന് മോട്ടിലിറ്റി അതെല്ലാം വരുന്ന അസുഖങ്ങൾ വരാം. ഇതെല്ലാം ഡീൽ ചെയ്യുന്ന ഒരു സർജിക്കൽ വിഭാഗമാണ് ആക്ച്വലി യൂറോളജി എന്ന് പറയുന്നത്. സാർ, ഡെയിലി ഒരുപാട് രോഗികളെ കാണുന്നുണ്ടല്ലോ. സാറിൻ്റെ ഒ പിയിൽ വരുന്ന പേഷ്യൻസിന് കൂടുതലായിട്ടും എന്ത് ബുദ്ധിമുട്ടുകൊണ്ടാണ് യൂറോളജി സംബന്ധമായ എന്ത് പ്രശ്നം കൊണ്ടാണ് അവർ വരുന്നത്? അതും അവരുടെ ഈ പ്രശ്നങ്ങൾ കാലാവസ്ഥയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ എൻ്റെ ഒ പിയിൽ കാണുന്ന ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ മെയിൻലി ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ കല്ലുകളാണ്. ആ കല്ലുകൾ ട്യൂബിലേക്ക് ഇറങ്ങി, അതായത് കിഡ്നിയിൽ നിന്ന് വരുന്ന മൂത്രം കൊണ്ടുവന്ന യൂറീറ്റർ എന്നാണ് ആ ട്യൂബിൻ്റെ പേര്. ആ ട്യൂബിലിറങ്ങി അത് തടസ്സം ഉണ്ടാക്കി വേദനയും മൂത്രത്തിൽ ബ്ലഡും പോയിട്ടാണ് ആൾക്കാർ പതിവെ എൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അൾട്രാസൗണ്ടൊക്കെ ചെയ്ത് നോക്കും. അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വൃക്കയിലോ ആ വരുന്ന ട്യൂബിലോ കല്ല് കാണും. അപ്പം വൃക്കകളിലുള്ള ഈ കല്ലുകളാണ് പിന്നെ ട്യൂബിലിറങ്ങുന്നത്. അത് വളരെ സാധാരണമാണ്. ഇതിന് കാരണം ഞാൻ കണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ജീവിതശൈലി ഞാനാണ് മെയിൻലി. ഇപ്പോൾ നമ്മളെല്ലാവരും ജോലിക്ക് വേണ്ടി തിരക്കിട്ട് ഓടുന്നു, വേറെ കാര്യത്തിൽ കൊണ്ടുവന്നു, ഒത്തിരി വെയിൽ കൊള്ളുന്നു. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് നമ്മളാരും വെള്ളം കുടിക്കുന്നില്ല. അപ്പോൾ വെള്ളം കൂടി കുറവാണ് ഞാൻ കാണുന്ന മെയിൻ ഇത്. പിന്നെ ഈ കിഡ്നിയിലുള്ള കല്ലുകളാണല്ലോ ഈ ട്യൂബിൽ ഇറങ്ങുന്നത്. അപ്പോൾ കിഡ്നിയിൽ എന്തുകൊണ്ടാണ് ഈ കല്ലുകൾ ഉണ്ടാകുന്നത്? അതും ഈ ജീവിതശൈലിയായിട്ട് ബന്ധമുണ്ട്. മെയിൻലി ഈ വെള്ളം കൂടി കുറവും പിന്നെ നമ്മുടെ ജീവിതശൈലിയുള്ള ഷുഗർ, അമിതവണ്ണം, ഇതെല്ലാം കാരണം
പിന്നെ അമിതമായി നമ്മൾ ഈ ആഹാര രീതി, യൂറിക് ആസിഡുള്ള ആഹാരം കഴിക്കുക, ജങ്ക് ഫുഡുകൾ കഴിക്കുക, ഇതെല്ലാം കഴിക്കുമ്പോഴെല്ലാം ഈ വൃക്കകളിൽ ഉള്ള കല്ലുകളുടെ ഇൻസിഡൻസ് വളരെ കൂടുതലാകും. അപ്പോൾ ഈ ജീവിതശൈലിയും ഇതുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ ഞാൻ ഒ പിയിൽ കാണുമെന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ പഴുപ്പ്. ഇത് ഷുഗർ കാരണമാണ് മെയിൻലി വരുന്നത്. ഷുഗർ കൺട്രോളാകാതെ നിൽക്കുമ്പോൾ, നമ്മൾ പ്രോപ്പറായിട്ട് ഷുഗർ കൺട്രോൾ ആയതില്ലെങ്കിൽ ഈ മൂത്രത്തിൽ പഴുപ്പൊക്കെ സർവ്വസാധാരണമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ വളരെ സാധാരണമാണ്. അതുകൂടാതെ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ട് ഒരു 50 വയസ്സ് കഴിയുമ്പോൾ പുരുഷന്മാർക്ക് കാണുന്ന പ്രോസ്റ്റേറ്റ് വീക്കം, അത് മൂത്രത്തിൽ തടസ്സം ഉണ്ടാക്കും. മൂത്രം അവിടെ കെട്ടിക്കിടക്കും. അത് മൂത്രത്തിൽ പഴുപ്പുണ്ടാക്കാം. പിന്നെ മൂത്രം ഒഴിക്കാൻ സ്പീഡ് കുറവുണ്ടാക്കാം. പിന്നെ രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോകേണ്ടി വരാം. ഒരു 3-4 തവണയും മൂത്രം പോകേണ്ടി വരാം. കൂടാതെ പ്രോസ്റ്റേറ്റിൽ ക്യാൻസേഴ്സ്, അത് ഭയങ്കര കോമൺ ആണ്. അത് പക്ഷേ നമ്മളൊരു യൂറോളജിസ്റ്റ് ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. അതായത് നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിനെ മലദ്വാരത്തിൽ കൂടെ തൊട്ട് നോക്കി അതിനെ പാൽപ്പേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്ത് ഇത് രണ്ടിൻ്റെയും വിശകലനത്തിന് ശേഷം മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം വളരെ സാധാരണമാണ് നമ്മുടെ ഒ പിയിൽ. സാർ, ഒരുപാട് പേഷ്യൻസ് നേരിടുന്നൊരു പ്രശ്നമാണ് കിഡ്നി സ്റ്റോൺ. അതിൻ്റെ പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇതെന്താണ് കിഡ്നി സ്റ്റോൺ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയുള്ള ആളുകളിലാണ് ഉണ്ടാവുന്നത്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈ വൃക്കകളിലെ കല്ലുകൾ, ആദ്യമേ നമുക്ക് വൃക്കയുടെ കല്ലുകളിലെ ഘടനകൾ അറിയാം. മെയിൻലി ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് 2 തരത്തിലുള്ള കല്ലുകളാണ്. ഒന്ന് കാൽസ്യം ഓക്സലേറ്റ്, രണ്ടാമത്തെ യൂറിക് ആസിഡ്. അപ്പം ഇതാണ് മെയിൻ കണ്ടൻറ്റ്. ഒരു 70% അല്ലെങ്കിൽ 80% ആൾക്കാരിൽ കാണുന്ന കല്ലിൻ്റെ ഘടന രൂപം ഇതാണ്, കാൽസ്യം ഓക്സലേറ്റ്, യൂറിക് ആസിഡ്. അപ്പം ഇതിന് വരാനുള്ള റീസൺ ഒന്ന് പാരമ്പര്യം. കാരണം ഇവർ ജനിതകമായിട്ടും ഇവർ കല്ല് വരാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ കുറച്ച് ഇവരുടെ ജീവിതശൈലി കാരണം കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് കല്ലുകൾ ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ കല്ലുകൾ ഉണ്ടാകുന്ന ഈ ചെറിയ തരികൾ കൂടി ചേർന്നാണ് കല്ലുകൾ ഉണ്ടാകുന്നത്, നമുക്കറിയാലോ. അപ്പോൾ ഈ തരികൾ കൂടി ചേരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളാണ് ഇതിന് കാരണം. അപ്പം വെള്ളം കൂടി കുറയും. അതായത് ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ ഈ തല്ലുകളെല്ലാം കൂടി ചേർന്ന് കല്ലുകളാണ് സാധ്യത ഉണ്ടാകും. അപ്പോൾ ചില ധാതുക്കളുടെ പ്രസൻസിലും ഈ കല്ലുകൾ, ഈ ക്രിസ്റ്റൽസ്, അപ്പോൾ ഈ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ക്രിസ്റ്റൽസ് ആയിരിക്കും? കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആയിരിക്കും, യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റൽസ് ആയിരിക്കും. അപ്പോൾ ക്രിസ്റ്റൽസ് കൂടി ചേരുന്നത് എന്താണ്? ഈ ഉപ്പിൻ്റെയൊക്കെ സോഡിയം ക്ലോറൈഡ്, അത് നമ്മൾ കറിയിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന സോൾട്ടിൻ്റെയൊക്കെ പ്രഭാവത്തിൽ ഇവർ കൂടിച്ചേരും. അപ്പോൾ വെള്ളം കൂടി കുറയുമ്പോഴും ഉപ്പിൻ്റെ പെർസെൻസിനും ഈ തരികൾ കൂടിച്ചേരും. പിന്നെ ഉള്ളത്, ഈ തരികൾ ഇവരുടെ യൂറിനിൽ കൂടുതലായിട്ടുണ്ടായാലും ഈ തരികൾ പെട്ടെന്ന് കൂടിച്ചേരും. അതെങ്ങനെയായിരിക്കും? കാൽസ്യം ഓക്സലേറ്റ് യൂറിക് ആസിഡും അല്ലേ. അപ്പോൾ പൊതുവേ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഓക്സലേറ്റുള്ള ആഹാരം കുറയ്ക്കണം, കൂടാതെ യൂറിക് ആസിഡുള്ള ആഹാരവും കുറയ്ക്കണം. കാൽസ്യം കുറയ്ക്കാവോ? അതൊരു കോൺട്രവേഴ്സിയാണ്. അപ്പം ഞാനത് പറഞ്ഞുതരാം. ഓക്സലേറ്റുള്ള ആഹാരം കുറയ്ക്കുക. അപ്പോൾ എന്താണ് ഓക്സലേറ്റുള്ള ഫുഡുകൾ? അതായത് ബീട്രൂട്ട്, തക്കാളി, ചോക്ലേറ്റ്സ്, നട്ട്സ്, ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ ചീര നല്ലൊരു സോഴ്സ് ഓഫ് ഓക്സലേറ്റ് ആണ്. അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ കട്ടൻ ചായ, ചോക്ലേറ്റ്, ഇങ്ങനെ സാധനങ്ങൾ എല്ലാം ഓക്സലേറ്റ് ഉള്ള. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുക. കൂടാതെ യൂറിക് ആസിഡ് ഉള്ള ആഹാരവും ഒഴിവാക്കുക. യൂറിക് ആസിഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രോട്ടീൻ അമിതമായിട്ടുള്ള ആഹാരങ്ങളാണ് യൂറിക് ആസിഡ് ഉള്ളത്. അതായത് റെഡ് മീറ്റുകൾ, ബീഫ്, മട്ടൺ, മറ്റേ കടൽ വിഭവങ്ങൾ, കൊഞ്ച്, ചെമ്മീൻ, ഞണ്ട്, കക്ക, ഇങ്ങനെ സാധനങ്ങൾ. പിന്നെ പയർ, പ്രോട്ടീനുള്ള സോയാബീൻ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം യൂറിക് ആസിഡ് ഒത്തിരി ഉള്ളതാണ്. മുട്ട കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. ഇപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ തരികൾ കൂടുതലായിട്ടുണ്ടാകും. ഇനി എല്ലാവരുടെയും ഒരു സംശയം, എല്ലാവരുടെയും ഒരു തെറ്റായൊരു മിഥ്യാധാരണയാണ് കാൽസ്യം നമ്മൾ കുറയ്ക്കാവും. ശരിക്കും പറഞ്ഞാൽ കാൽസ്യം ഓക്സലേറ്റ് ആണ് ഈ തരികളിൽ ഒരു കണ്ടൻ്റ് എങ്കിലും കാൽസ്യം നമ്മൾ ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല. കാരണം കാൽസ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിലെ കാൽസ്യമായിട്ടാണ് ഈ ഓക്സലേറ്റ് കൂടിച്ചേരുന്നത്. അങ്ങനെയാണ് തരി ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ആഹാരത്തിൽ കാൽസ്യം കുറച്ച് കഴിഞ്ഞാലും ഇതിന് ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം പക്ഷേ നമ്മൾ ആഹാരത്തിൽ കാൽസ്യം ഇൻക്ലൂഡ് ചെയ്യണം. ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓക്സലേറ്റിൻ്റെ ആഹാരത്തിലെ ഓക്സലേറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറയും. അപ്പോൾ ഓക്സലേറ്റിനെ കാൽസ്യം കഴിക്കുന്ന വഴി ശരീരത്തിലെ ഓക്സലേറ്റ് ക്രിസ്റ്റൽസിൻ്റെ ആ അളവ് കുറവായിരിക്കും. അപ്പം കാൽസ്യം നമ്മൾ കഴിക്കണം. ഓക്സലേറ്റുള്ള ആഹാരവും യൂറിക് ആസിഡുള്ള ആഹാരവും നമ്മൾ കുറയ്ക്കുക. കൂടാതെ ഈ ക്രിസ്റ്റൽസ്
ഈ അസിഡിക് യൂറിനിലാണ് കൂടുതലായിട്ട് കൂടിച്ചേരുന്നത്. അപ്പോൾ അസിഡിക് യൂറിൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അപ്പം ഈ വെള്ളം കൂടി കുറഞ്ഞാലും ഈ അസിഡിക് യൂറിൻ ഉണ്ടാകും. പിന്നെ യൂറിൻ ചില ആൾക്കാരുടെ പ്രകൃതമായിരിക്കും അസിഡിക് യൂറിനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് യൂറിൻ ആൽക്കലൈൻ ചെയ്യാൻ സിട്രാൽക്ക, അങ്ങനെ കുറേ സിറപ്പുകളുണ്ട്. സിട്രാൽക്ക, യൂറോപോട്ട്, അങ്ങനത്തെ കുറേ സിറപ്പുകളുണ്ട്. ആ സിറപ്പ് നമ്മൾ അഡ്വൈസ് ചെയ്യും, അത് യൂറിൻ ആൽക്കലൈൻ ചെയ്യാൻ വേണ്ടി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില ആൾക്കാർ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇൻഫെക്ഷൻസ് ആവും. ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് റിക്കറൻ്റ് ആയിട്ട് മൂത്രത്തിൽ പഴുപ്പും കിഡ്നി പഴുപ്പും വരും. ആ പഴുപ്പുള്ള യൂറിനിലും ഈ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അമിതവണ്ണമുള്ള ആൾക്കാർക്കും ഈ യൂറിൻ്റെ അസിഡിറ്റി വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ അസിഡിക് യൂറിനുള്ള ആൾക്കാരിൽ എന്ത് പറ്റും? ഈ കല്ലുകൾ കൂടുതൽ കൂടിച്ചേരും. ഈ തരികളെല്ലാം കൂടിച്ചേർന്ന് കല്ലുകളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് കല്ലുകൾ മെയിൻലി ഉണ്ടാകുന്നത്. ഇനി കല്ലിൻ്റെ ലക്ഷണങ്ങൾ. പൊതുവെ കിഡ്നിയിലുള്ള കല്ലുകൾ പൊതുവേ അത് ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. ചില ആൾക്കാർക്ക് മൂത്രത്തിൽ രക്തം വരാം, അത് വലിയ കല്ലാണെങ്കിൽ. പക്ഷേ എപ്പോൾ ഈ കല്ല് ഈ ട്യൂബിലിറങ്ങും, അത് കിഡ്നിയിൽ നിന്ന് വരുന്ന ആ ട്യൂബിൽ, യൂറിറ്റർ എന്ന് പറഞ്ഞാൽ ട്യൂബിലിറങ്ങി, അപ്പോൾ അത് വേദന ഉണ്ടാകും. എത്ര ചെറിയ കല്ലാണെങ്കിലും വളരെയധികം വേദന ഉണ്ടാക്കും. ശക്തിയായ വോമിറ്റിങ്, അതായത് ഒരു ഗ്യാസ് കിട്ടിയൊരു ഫീലായിരിക്കും. അപ്പോൾ എല്ലാവരും ഗ്യാസൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഗ്യാസാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പോവുക. പക്ഷേ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ കല്ലായിരിക്കും കാണുന്നത്. അപ്പോൾ ഗ്യാസ്ട്രിക് സിംറ്റംസ് ആണ് ഇതിൻ്റെ മെയിൻ ഇതാണ്. അതായത് വോമിറ്റിംഗ് ഉണ്ടാകാം, അതായത് ഛർദി ഉണ്ടാകാം, വയറ് കമ്പിച്ച ഒരവസ്ഥ ഉണ്ടാകാം, മൂത്രത്തിൽ രക്തം വരാം, നല്ല ശക്തമായ വേദന. സാധാരണ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്താലൊന്നും മാറത്തില്ല, 1-2 ഇഞ്ചക്ഷൻ എടുത്താലും ചില ആൾക്കാർക്ക് മാറത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ ഈ കല്ലുകൾ എപ്പോഴാണ് ഇത് ഗുരുതരമാകുന്നത് അല്ലേ? ഈ കല്ലുകൾ ഗുരുതരമാണെന്ന് പറഞ്ഞാൽ ഈ ട്യൂബിൽ കല്ല് ഇറങ്ങിക്കഴിഞ്ഞാൽ യൂറിൻ്റെ ബ്ലോക്ക് ഉണ്ട്. ആ കിഡ്നിയിൽ നിന്ന് വരുന്ന യൂറിനെ അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് മർദ്ദം കൂടും, പ്രഷർ. ആ കിഡ്നിയുടെ ഉള്ളിൽ പ്രഷർ കൂടും. ആ പ്രഷർ കൂടിക്കഴിയുമ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം പതുക്കെ അത് കുറഞ്ഞു വരും. അപ്പോൾ ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം വർഷങ്ങളോളം ഉള്ള കല്ലുകൾ വരെ നമ്മുടെ ഒപ്പിൽ വരാറുണ്ട്. പേഷ്യൻസ് അറിയാതെ പോകും. കാരണം ഈ ആയുർവേദം കല്ലുരുക്കി അങ്ങനത്തെ ഒറ്റമൂലിയൊക്കെ പ്രയോഗിച്ചിട്ട് കല്ലിന് സിംറ്റംസ് ഇല്ലാതെ വരും. പക്ഷേ നമ്മളറിയാത്തതെന്ന് പറഞ്ഞാൽ ഈ കല്ല് അവിടെ വർഷങ്ങളായിട്ട് ഇരുന്ന് കല്ലിൻ്റെ ലക്ഷണം ഇല്ലെങ്കിലും കല്ല് കുറേ ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കും. ആ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെല്ലാം അത് ഒത്തിരി കുറയ്ക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കല്ലുകളാണ് ഗുരുതരമാകുന്നത്. അപ്പോൾ മാസങ്ങളോളം ഇരിക്കുന്ന കല്ലുകൾ പൊതുവേ അത് വലിയ കല്ലുകളാണ്. അതായത് 5 മില്ലിമീറ്ററാണ് ഈ ട്യൂബിൻ്റെ വ്യാപ്തി. അപ്പോൾ 5 മില്ലിമീറ്റർ കൂടുതലുള്ള കല്ലുകൾ പോകാനുള്ള സാധ്യത ഇച്ചിരി കുറവാണ്. പക്ഷേ പോകാം. പക്ഷേ മര്യാദയ്ക്ക് വെള്ളം കുടിക്കുകയോ ധാരാളം വെള്ളം കുടിക്കുകയോ മരുന്നുകളുടെയൊക്കെ പ്രവർത്തിച്ച് ചിലപ്പോൾ അത് പോയിരിക്കാം. പക്ഷേ വളരെ വലിയ കല്ലുകളൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നേരത്തെ അൾട്രാസൗണ്ട് ചെയ്ത്, ഇങ്ങനെ കല്ല് വരാൻ സാധ്യതയുള്ള ആൾക്കാർ നേരത്തെ അൾട്രാസൗണ്ട് ചെയ്തിട്ട് ആ കല്ലിനെ കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഫോളോ അപ്പ് എങ്കിലും ചെയ്യുക. അതാണ് ശരിക്കും കറക്റ്റായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നത് ഒരുപാട് കൂടിപ്പോയാലും നമുക്ക് പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് ഇല്ലേ? അങ്ങനെ വരുമ്പം, കാരണം സാധാരണ ആൾക്കാർ കല്ല് വരാതിരിക്കാമെന്ന് പറഞ്ഞ് ചിലർ ഒരുപാട് വെള്ളം കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും സാധാരണ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ പ്രശ്നങ്ങൾ കല്ല് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഒത്തിരി വെള്ളം കുടിക്കണം എന്ന് പറയില്ല. കല്ല് വരാൻ സാധ്യതയുള്ള ആൾക്കാർ അവർ 2 ലിറ്റർ കൂടുതൽ വെള്ളം കുടിക്കുക. ഏകദേശം ഒരു 2.5-3 ലിറ്റർ അത്രയും വെള്ളം കുടിക്കുക. അതായത് അവർക്ക് 1 ലിറ്ററെങ്കിലും അല്ലെങ്കിൽ 2 ലിറ്ററെങ്കിലും യൂറിൻ പോകണം ഏകദേശം. അപ്പോൾ അങ്ങനെ യൂറിൻ പോകാത്ത ആൾക്കാർക്കാണ് എന്ത് വരുന്നത്? ഈ കല്ലുകൾ കൂടിച്ചേർന്ന്, ഈ തരികൾ കൂടിച്ചേർന്ന് കല്ലുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ സാധാരണ ആൾക്കാർ ഒത്തിരി വെള്ളം കുടിക്കണമെന്നും നിർബന്ധമില്ല. പിന്നെ കണ്ടുവരുന്ന ആൾക്കാരെല്ലാം രാത്രി ഒത്തിരി വെള്ളം കുടിക്കുക. അപ്പോൾ രാത്രി വെള്ളം കുടിച്ചാലുള്ള പ്രശ്നം എന്താ? രാത്രി വെള്ളം കുടിക്കുമ്പോൾ കൂടുതലും മൂത്രം ഉണ്ടാകുന്നത് രാത്രിയായിരിക്കും. അപ്പോൾ രാത്രി ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് മൂത്രം ഒഴിക്കേണ്ടി വരും. അപ്പം രാത്രി 1 തവണ ഇരിക്കുകയോ അല്ലെങ്കിൽ 2 തവണ ഇരിക്കുമ്പോൾ തന്നെ പിറ്റേ ദിവസം ഉറക്കം ശരിയാകത്തില്ല. പിറ്റേ ദിവസം നല്ല ക്ഷീണമായിരിക്കും. വണ്ടി ഓടിക്കുന്ന ആൾക്കാർ, ഡ്രൈവേഴ്സൊക്കെ ആണെങ്കിൽ അത് അവരുടെ ഒക്യുപ്പേഷനെ, അവരുടെ ജോബിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പം കല്ല് വരാൻ സാധ്യതയുള്ളവരാണ് വെള്ളം കുടിക്കുക കൂടുതലാണ്. പിന്നെ സാർ, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, 1 തവണ സ്റ്റോൺ വന്നവർക്ക് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെയുണ്ടോ? അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ജനിതകമായി ഇവർക്ക് എല്ലാവർക്കും കല്ല് വരാൻ സാധ്യതയുള്ള ആൾക്കാരാണ് കല്ല് വരുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വീണ്ടും കല്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട് കല്ല് വരാതിരിക്കാൻ വേണ്ടി. അവരാണ് സാർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ സാധനങ്ങളാണ് ഞാൻ പറഞ്ഞ സാധനങ്ങൾ ഒന്നുകൂടെ പറയാം. 3 ലിറ്റർ 2 ലിറ്റർ കൂടുതൽ വെള്ളം കുടിക്കുക, ഓക്സലേറ്റുള്ള ആഹാരം കുറയ്ക്കുക, യൂറിക് ആസിഡുള്ള ആഹാരം കുറയ്ക്കുക, പിന്നെ സോഡിയം ക്ലോറൈഡ്, അതായത് ഉപ്പ്, ആഹാരത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, പിന്നെ പൊണ്ണത്തടി ഉള്ളവർ വണ്ണം കുറയ്ക്കുക, പിന്നെ സിട്രേറ്റ്സ്, അതായത് സിട്രിക് ഫ്രൂട്ട്സ് അത് ധാരാളം ഇൻക്ലൂഡ് ചെയ്യുക. ഇതെല്ലാം ചെയ്യുക. സാർ നേരത്തെ പറഞ്ഞിരുന്നു കിഡ്നി സ്റ്റോൺ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാമെന്ന്. എന്നാൽ മരുന്നിൽ നിൽക്കാതെ നമുക്കൊരു സർജറിയിലോട്ട് കടക്കേണ്ടി വരുന്ന ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കിഡ്നി സ്റ്റോൺ മാറ്റാനുള്ള എന്തൊക്കെ സർജറികളാണ് നമ്മൾ ചെയ്യുന്നത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത്
ഞാൻ പറഞ്ഞല്ലോ, കിഡ്നിയിൽ നിന്ന് വരുന്ന ട്യൂബിൻ്റെ വ്യാപ്തി, അതായത് മീൻസ് ഡയമീറ്റർ 5 മില്ലിമീറ്റർ. 5 മില്ലിമീറ്റർ കൂടുതലുള്ള സ്റ്റോണുകൾ പോകാനുള്ള സാധ്യത ഇച്ചിരി കുറവാണ്. അപ്പം 5 മില്ലിമീറ്ററിൽ കൂടുതൽ വരുന്ന സ്റ്റോണുകൾ നമുക്ക് ഒരു ആരോഗ്യമുള്ള കിഡ്നിയുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് മരുന്നിൽ നോക്കാം. അപ്പോൾ ആരോഗ്യമില്ലാത്ത കിഡ്നി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഷുഗർ, പ്രഷർ അതെല്ലാം കൂടി ഡയബറ്റിക് നെഫ്രോപ്പതി എന്നൊരു കണ്ടീഷനുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒറ്റ കിഡ്നിയുള്ള അതായത് ഒരാൾക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്ത ഒരാൾക്ക്, അതായത് ഡോണർ കിഡ്നി കൊടുത്ത ഒരാൾക്ക്, ഇവർക്കൊക്കെ ഒറ്റ കിഡ്നിയുള്ള ആളാണെന്ന് വിചാരിച്ചോ. അതുമല്ലാതെ 2 കിഡ്നിയും കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ഡയബറ്റിക് നെഫ്രോപ്പതിയൊക്കെ ഉള്ള ആളാണെങ്കിൽ ഈ ഒരു കല്ല് ഈ ട്യൂബിൽ ഇറങ്ങിയാൽ അത് ഭയങ്കര, നമ്മൾ പെട്ടെന്ന് അതിനെ ഫോളോ അപ്പ് ചെയ്യണം. അത് ഓരോ ദിവസം അതിൻ്റെ ക്രിയാറ്റിൻ നോക്കണം. അപ്പം ഓരോ ദിവസം ക്രിയാറ്റിൻ ചെക്ക് ചെയ്ത് ക്രിയാറ്റിൻ കൂടുന്നില്ല, അല്ലെങ്കിൽ ക്രിയാറ്റിൻ കൂടി നോർമലായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് അതിൽ മരുന്നിൽ നോക്കാം, ട്രൈ ചെയ്യാം. പക്ഷേ ക്രിയാറ്റിൻ കൂടുവരികയാണ്, അതായത് ഓരോ ദിവസം കൂടുമ്പോൾ ക്രിയാറ്റിൻ 1.5, 2, 2.5, 3, അല്ലെങ്കിൽ ഈ കിഡ്നിയുടെ ഉള്ളിൽ ഇതിന് കാരണം ഈ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഇൻഫെക്ഷൻ്റെ സാധ്യത കൂടുക, അതായത് കൗണ്ട് കൂടുക, പനി വരിക, അങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ ഈ കല്ലുകൾ നമ്മൾ എമർജൻസി ആയിട്ട് തന്നെ അതിനെ നീക്കം ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കേസുകളിൽ ഈ കല്ലിൻ്റെ വലിപ്പം ഒന്നുമല്ല നമ്മൾ നോക്കുന്നത്, വലിപ്പത്തിനേക്കാളും ഇതിന് ഉണ്ടാക്കുന്ന ഡാമേജുകൾ, അതായത് കിഡ്നി ഡാമേജ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് തന്നെ ഈ കല്ലുകൾ നീക്കം തന്നെ ചെയ്യണം. അപ്പോൾ ട്യൂബിലുള്ള കല്ല് നീക്കം ചെയ്യുന്ന URS എന്നുള്ളൊരു പ്രക്രിയ വഴിയാണ്, അതായത് ഒരു പ്രൊസീജിയർ വഴിയാണ്. അപ്പോൾ URS എന്ന് പറഞ്ഞാൽ ഒരു യൂറിട്രോസ്കോപ്പി എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഒരു സ്കോപ്പുണ്ട്, ഒരു ചെറിയ ട്യൂബ് ഇട്ടിട്ട് നമ്മൾ മൂത്രനാളിയിലൂടെ കയറി ഉള്ളിലൂടെ, പുറത്ത് മുറിവുകളൊന്നും കാണില്ല, ഉള്ളിലൂടെ മൂത്രനാളിലൂടെ കയറി മൂത്രസഞ്ചിയിലെത്തി, മൂത്രസഞ്ചിയിൽ നിന്ന് കിഡ്നിയിൽ നിന്ന് വരുന്ന കുഴലിലേക്ക് കയറും. ഏത് സൈഡാണോ ആ കുഴലിലേക്ക് കയറി ആ കല്ലിനെ നമ്മൾ പൊട്ടിക്കും. അത് ലേസർ കൊണ്ട് പൊട്ടിക്കാം, അല്ലാതെയും പൊട്ടിക്കാം. ഏറ്റവും അഡ്വാൻസ്ഡ് ഫോംസാണ്, എനർജി സോഴ്സാണ് ലേസർ കൊണ്ട് നമ്മൾ പൊട്ടിച്ചിട്ട് അതിനെ പേഷ്യൻറ്റിന് സ്റ്റെൻഡ് ഇട്ട് വിടാം. ദേഹത്ത് മുറിവുകളൊന്നുമില്ല, അല്ലേ? ദേഹത്ത് മുറിവുകളില്ലാത്തതുകൊണ്ട് ഈ പേഷ്യൻസിനെ നമുക്ക് പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കും. അനസ്തീഷ്യയുടെ എഫക്റ്റ് വേണമെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ വേണമെങ്കിൽ ചില പേഷ്യൻസ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം, ഹെൽത്തി ആയിട്ടുള്ള പേഷ്യൻസിനെ. പിന്നെ ഇത് ട്യൂബിലെ കാര്യം പറഞ്ഞത്. അപ്പോൾ കിഡ്നിയിലുള്ള കല്ലുകൾ അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല, പക്ഷേ അത് ഭാവിയിൽ പ്രശ്നം ഉണ്ടാക്കാം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കല്ലുകൾ നമ്മൾ നേരത്തെ അത് കണ്ടുപിടിക്കുക. അപ്പോൾ ചില ആൾക്കാർ കിഡ്നിയിലുള്ള കല്ലാണെങ്കിലും വേദന ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബ്ലീഡിങ്, മൂത്രത്തിൽ കൂടെ രക്തം വരുന്ന എല്ലാം ചെയ്യാം. അപ്പോൾ ചെറിയ വലിയ കല്ലുകളൊക്കെ അങ്ങനെ പൊതുവെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കല്ലുകളെ നമ്മൾ RIRS എന്നുള്ളൊരു പ്രക്രിയയാണ് ഏറ്റവും നൂതനമായിട്ടുള്ള, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു സർജിക്കൽ മെത്തേഡ്. പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞാൽ വലിയ കല്ലുകളൊക്കെ ആണെങ്കിൽ വയറ് കീറി കിഡ്നി എത്തി കിഡ്നീനെ നമ്മൾ കീറി കിഡ്നിയിലൊരു മുറിവ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കല്ലുകൾ എടുത്തുകൊണ്ടിരുന്നത്. അത് പണ്ടത്തെ കാലത്തായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസുകളെല്ലാം നമുക്കറിയാം, തൊലി ഇത്രയും വലിയൊരു ഇൻസിഷൻ വരുന്നുണ്ട്, ബ്ലീഡിങ് റിസ്ക് ഉണ്ട്, കിഡ്നിയിലൊരു വലിയ മുറിവ് വരുന്നുണ്ട്. അത് പേഷ്യൻ്റെ അത് സർജറിയുടെ ഇടയിലുള്ള ബ്ലീഡിങ് നമ്മൾ തുന്നി കൺട്രോൾ ചെയ്താലും പേഷ്യൻറ്റിനെ പറഞ്ഞ് വീട്ടിൽ വിട്ടാലും തിരിച്ച് ബ്ലീഡിങ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ പിന്നെ വന്നതാണ് കീ ഹോളായിട്ട് കിഡ്നിയിൽ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കി എടുക്കുന്ന ഒരു പ്രക്രിയ. അത് ചെറിയ ഹോളുണ്ട്, അത്ര വലിയ ഹോളില്ല, അതും തൊലിപ്പുറത്തും ചെറിയ ഹോൾ. അതിനെ PCNL എന്ന് പറയും, പെർക്യൂട്ടൈനസ് നെഫ്രോലിത്തോട്രോപ്സി. അപ്പോൾ അതിനും നമ്മൾ കല്ലുകൾ എടുക്കും. അപ്പോൾ അതിപ്പോൾ നമ്മൾ അതിനും അഡ്വാൻസ് ആയിട്ട് കാണും. അപ്പം കാരണം ഇതിൽ ഈ ചെറിയ ഹോളിൽ കൂടെയും വേണമെങ്കിൽ ബ്ലീഡ് ചെയ്യാൻ പേഷ്യൻ്റ്, അല്ലേ? അപ്പം അതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല പുതിയ സ്കോപ്പുകൾ കണ്ടുപിടിച്ചു അവർ. അപ്പോൾ ആ സ്കോപ്പുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ ഉള്ളിലൂടെ, നമ്മുടെ മൂത്രനാളിൽ കൂടെ പോയി, പുറത്ത് മുറിവ് ഉണ്ടാക്കാതെ മൂത്രനാളിൽ കൂടെ പോയി മൂത്രസഞ്ചിയിലെത്തി ആ കിഡ്നിയിൽ, ഏത് സൈഡാണോ ആ കിഡ്നിയിൽ നമ്മൾ ട്യൂബ് വഴി ഉള്ളിൽ കയറുന്നു. ഉള്ളിൽ കയറിയിട്ട് അത് കിഡ്നിക്ക് 3 അറകളുണ്ട്, മെയിനായിട്ട് 3 അറകളുണ്ട്, കൂടാതെ വേറെ പല അറകളും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഈ അറകളിലെല്ലായിടത്തും ഒളിഞ്ഞിരിക്കുന്ന കല്ലുകളെ നമ്മൾ ലേസർ കൊണ്ട് പൊടിച്ച് അങ്ങനെ വെറും ഫൈൻ ലെസ് ദാൻ 1 mm അല്ലെങ്കിൽ 2 mm പൗഡേഴ്സ് ആക്കി മാറ്റും. എന്നിട്ട് നമ്മൾ DG സ്റ്റെൻഡ് എന്ന് പറഞ്ഞ സ്റ്റെൻഡ് ഇട്ട് വെക്കും. അത് നമുക്ക് അതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയർ. അതിന് RIRS എന്ന് പറയും, റിട്രോഗ്രേഡ് ഇൻട്രാറീനൽ ലേസർ സർജറി എന്ന് പറയും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പുറത്ത് മുറിവില്ല, നമുക്ക് പേഷ്യൻറ്റിനെ പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ സെയിം ഡേ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാം. അതുകൂടാതെ സെയിം കിഡ്നി, ഈ കിഡ്നി മാത്രമല്ലാതെ മറ്റേ കിഡ്നിയും, 2 കിഡ്നിയിലുള്ള കല്ലുകൾ ഒരേ സമയത്ത് നമുക്ക് കല്ലുകൾ നീക്കം ചെയ്യാം. അപ്പോൾ 2 കിഡ്നിയിൽ കല്ലുകളായിട്ട് വരുന്ന ആൾക്കാരെ ഒരു സിറ്റിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ RIRSൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഈ RIRS സ്കോപ്പ് എന്നുള്ളത് ഇതാണ്
RARS എന്ന് പറഞ്ഞ സ്കോപ്പ്, RARSൻ്റെ സ്കോപ്പ്, ഇത് ഫ്ലെക്സിബിൾ യൂറോട്ടർ സ്കോപ്പ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അറ്റത്ത് നമുക്കിത് വളയുന്ന രീതിയിലാണ് ഇത് വളയാൻ പറ്റും. അപ്പോൾ കിഡ്നിയുടെ ഉള്ളിൽ ഇത് വളരെ നേർത്തതാണ് അല്ലേ. ഈ മൂത്രനാളിൽ കൂടെ സുഖമായിട്ട് കടന്നുപോയി മൂത്രസഞ്ചിയിലെത്തി ആ കിഡ്നിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കിഡ്നിയിലെത്തി നമുക്ക് ആ കിഡ്നിയുടെ ഓരോ അറകളെയും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ലേസർ കടത്തിവിട്ട് അതിനെ പൊടിച്ച് എടുക്കാൻ പറ്റും. കൂടാതെ മറ്റേ കിഡ്നിയിലും ഒരേ സമയം 2 കിഡ്നിയിലും നമുക്ക് ഒരേ സിറ്റിങ്ങിൽ തന്നെ നമുക്ക് തീർക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് കേട്ടോ. പിന്നെ സാർ, ഈ ആഫ്റ്റർ സർജറി നമുക്ക് റെസ്റ്റ് വേണ്ടി വരുമോ പേഷ്യൻസ്? യൂഷ്വലി റെസ്റ്റ് വേണ്ടി വരില്ല, നമുക്ക് അന്ന് തന്നെ ഡിസ്ചാർജ് അല്ലെങ്കിൽ പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യാം. പക്ഷേ ഈ സ്റ്റെൻറ്റ് കിടക്കുന്നൊരു ചെറിയ ഇറിറ്റേഷനൊക്കെ വരാം പേഷ്യൻസിന്. അപ്പോൾ അതിന് മരുന്നൊക്കെ ഉണ്ട്, മരുന്നുകൾ കഴിച്ച് നമുക്ക് ഇതാക്കാം. പൊതുവെ ബെഡ് റെസ്റ്റും കാര്യങ്ങളൊന്നും ഇതിന് വേണ്ട. സാർ, സ്ത്രീകളിൽ നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ യൂട്രസിന് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവുമെന്ന് നമുക്കിപ്പോൾ കാണുന്നുണ്ട്, അതിപ്പോൾ കോമൺ ആണ്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ ഇപ്പോൾ വരുന്നൊരു പ്രശ്നം പ്രോസ്ട്രേറ്റിന്, നമ്മളിപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് പ്രോസ്ട്രേറ്റിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ. അപ്പം എന്താണ് പ്രോസ്ട്രേറ്റ്, എന്താണ് അതിന് പ്രോസ്ട്രേറ്റിന് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മൂത്രസഞ്ചിക്ക് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് ആക്ച്വലി ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ. അത് മൂത്രസഞ്ചി ഇന്ന് മൂത്രം കൊണ്ടുപോകുന്ന മൂത്രനാളിക്ക് ചുറ്റും ഇരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അതിൻ്റെ ശരിക്കും അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്ലം അതിൻ്റെ അളവ് ഉണ്ടാക്കുക, അതിൻ്റെ ശുക്ലം ഉണ്ടാക്കുക, അതിൻ്റെ മേജർ ബൾക്ക് ഉണ്ടാക്കുകയാണ് ഈ ഗ്രന്ഥിയുടെ പ്രവർത്തനം. അപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ ഒരു 50 വയസ്സ് കഴിയുമ്പോൾ ഒരു 50% ആൾക്കാരിലും ഇത് വലുതാവും. പുരുഷ ഹോർമോണായ ഡൈഹൈഡ്രോടെസ്റ്റോസ്റ്ററോൺ അതിൻ്റെ പ്രഭാവത്തിൽ ഇത് വലുതാവും. അപ്പോൾ ഒരു 50% കഴിഞ്ഞ് 50 വയസ്സ് കഴിഞ്ഞാൽ 50% ആൾക്കാരും ഇത് വലുതാവും. അത് കൂടിക്കൂടി തന്നെ വരും. 70 വയസ്സ് കഴിഞ്ഞാൽ 70% ആൾക്കാരിൽ ഇത് പ്രശ്നം ഉണ്ടാവും. 80 വയസ്സ് കഴിഞ്ഞാൽ 80% ആൾക്കാർ, അങ്ങനെയാണ് അതിൻ്റെ കണക്കുകൾ പോകുന്നത്. അപ്പോൾ ഇത് വളരെ കോമൺ ആണ് ഈ പ്രൊസീജിയർ, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പൊതുവേ കാണുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം, അതായത് ഈ ഡൈഹൈഡ്രോടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രഭാവത്തിൽ ഇത് വലുതാവും. ഇത് വലുതാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ മൂത്രനാളി അതിൻ്റെ ഇടയിലൂടെ പോകുന്നു. അപ്പോൾ ഇതിനെ കംപ്രസ് ചെയ്യും. അപ്പോൾ മൂത്രനാളീനെ ഇത് തടസ്സം ഉണ്ടാക്കും. അപ്പോൾ മൂത്ര തടസ്സം നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പറയാം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പൊതുവേ ഇത് വരുന്ന മൂത്ര തടസ്സം, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ മൂത്രത്തിന് സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ ഇത് കൂടാതെ ഇതെല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യും. കാരണം നമുക്ക് ഇപ്പം നമ്മുടെ ബ്ലാഡർ ഞെങ്ങിയാണ് ഈ മൂത്രം പോകുന്നത്. അപ്പോൾ ബ്ലാഡർ അത്യാവശ്യം ആരോഗ്യമുള്ള ആൾക്കാരായിരിക്കും അല്ലേ, നമുക്കൊക്കെ ബ്ലാഡറിന് ആരോഗ്യമുണ്ട്. അപ്പോൾ ആരോഗ്യമുള്ള ബ്ലാഡറിൽ നമ്മൾ ഈ മൂത്രതടസ്സം പെട്ടെന്ന് അനുഭവപ്പെടണമെന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഉണ്ടാകുന്ന പറഞ്ഞാൽ രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ട അവസ്ഥ വരാം. അപ്പോൾ നൊക്ടൂറിയ എന്ന് പറയും. അപ്പോൾ രാത്രി ഒരു തവണ കൂടുതൽ മൂത്രം ഒഴിച്ചാലും അത് അബ്നോർമലായിട്ട് തന്നെ എടുക്കണം, പ്രൊവൈഡഡ് നമ്മളധികം വെള്ളം കുടിക്കുന്നില്ല രാത്രിയിൽ. അപ്പോൾ അങ്ങനെ രാത്രി അധികം വെള്ളം കുടിക്കാത്ത ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടി വരുവാണെങ്കിൽ മിക്കവാറും നമ്മൾ പുരുഷന്മാർ ചിന്തിക്കേണ്ടത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം. കൂടാതെ ഇവർക്ക് മൂത്രം പിടിച്ചു നിർത്താൻ പ്രയാസമായിരിക്കും. അത് മൂത്രം മുട്ടിക്കഴിഞ്ഞാൽ ഓടി ബാത്റൂമിൽ പോകണം. ചില ആൾക്കാർക്ക് ബാത്റൂം എത്തുന്നതിന് മുമ്പ് തന്നെ മൂത്രം ചിലപ്പോൾ ഇറ്റിട്ട് പോവുകയും ചെയ്യാം. പിന്നെ മൂത്രത്തിന് സ്പീഡ് കുറവ്. പിന്നെ എങ്ങനെയാണ് പോകുന്നത്? ഇപ്പോൾ ശരിക്കും ഈ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം തുടങ്ങുമ്പോൾ കഷ്ടപ്പെടുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ മൂത്രസഞ്ചിയാണ്. തുടക്കത്തിൽ മൂത്രസഞ്ചി ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് മൂത്രം ഒഴിക്കുന്ന സ്പീഡെല്ലാം കൂട്ടുന്നത്. കുറച്ച് കഴിയുമ്പോൾ മൂത്രസഞ്ചി മടുക്കും അല്ലേ. അപ്പോൾ അതെങ്ങനെ മടുക്കുന്നത്? കുറച്ച് കഴിയുമ്പോൾ ഈ മൂത്രസഞ്ചി കുറേ വർക്ക് ചെയ്ത് മൂത്രസഞ്ചിയുടെ കട്ടി കൂടും. അപ്പോൾ അതാണ് ഈ പല അൾട്രാസൗണ്ടിൽ നമ്മൾ കാണുന്ന തിക്കൻഡ് യൂറിനറി ബ്ലാഡർ എന്ന് കാണുന്നത്. അപ്പോൾ മൂത്രസഞ്ചിയുടെ കട്ടി കൂടും. അപ്പോൾ കട്ടി കൂടുമ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കട്ടി കൂടുമ്പം നല്ല മസിൽ കൂടുകയെന്ന് എൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ അതിൽ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഇലാസ്റ്റിസിറ്റി പോകും. അത് മൂത്രസഞ്ചി നല്ല ഇലാസ്റ്റിക് ആയിരിക്കും നമ്മളുടെ അല്ലേ. അപ്പോൾ ആ ഇലാസ്റ്റിക് ആണെങ്കിൽ മാത്രമേ അതിന് ഞെങ്ങി മൂത്രം ഒഴിക്കാനുള്ളൊരു കഴിവുണ്ടാവുള്ളൂ. അപ്പോൾ ഈ കട്ടി കൂടിയ മൂത്രസഞ്ചിക്ക് ഇലാസ്റ്റിക് പോകും. അപ്പോൾ ഇതിന് കാരണക്കാരൻ ശരിക്കും ആരാ? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് നമ്മൾ ഈ സിംറ്റംസ് വരുമ്പോഴേ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ അനുഭവിക്കുന്നത് മൂത്രസഞ്ചി ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ മൂത്രസഞ്ചിയുടെ കട്ടിപ്പോവും. അപ്പോൾ കട്ടിപ്പോകുമ്പോൾ എപ്പോഴും അതിനകത്ത് മൂത്രം കെട്ടിക്കിടക്കുമ്പോൾ എന്ത് പറ്റും? അതിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും, മൂത്രത്തിൽ പഴുപ്പുണ്ടാകും. കൂടാതെ ചില ആൾക്കാരിൽ അതിൽ കല്ലുകളും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴും മാത്രമേ ആൾക്കാർ ചിലപ്പം എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരാവുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മൂത്രസഞ്ചി ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന മുമ്പ് തന്നെ, അതായത് കോംപ്ലിക്കേഷൻസ് ഇങ്ങനത്തെ മൂത്രത്തിൽ പഴുപ്പ്, മൂത്രത്തിൽ കല്ല് അങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഈ സിംറ്റംസും മനസ്സിലാക്കുക. അതായത് നൊക്ടൂറിയ, രാത്രി മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുക, മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ വരിക,
പിന്നെ മൂത്ര സ്പീഡ് കുറവാണ്, കാണുമ്പോഴേ നമ്മൾ അതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻലി മെഡിസിൻസ് ആണ് ആദ്യം നമ്മൾ ചികിത്സിക്കുന്നത്. തുടക്കമൊക്കെ ആകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് മെഡിസിൻസ് ഉണ്ട്. അതായത് ചെറിയ പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ ഒരു ആൽഫ ബ്ലോക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ടാംസിലോസിൻ, സിലോഡോസിൻ എന്നൊക്കെ പറഞ്ഞ നല്ല നല്ല മരുന്നുകളുണ്ട്. അത് ചെറിയ പ്രോസ്റ്റേറ്റ്. പക്ഷേ വലിയ പ്രോസ്റ്റേറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഗ്രന്ഥിയുടെ വലിപ്പം കുറയ്ക്കുന്ന, അതായത് 5-ഹൈഡ്രോടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ഒരു ഉൽപ്പന്നത്തിൻ്റെ അതിൻ്റെ പ്രവർത്തനം കുറയ്ക്കുന്ന ഒരു മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ നമുക്ക് കുറച്ച് ഏറെ നാൾ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രന്ഥിയുടെ വലിപ്പം കുറച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാം. പക്ഷേ ചില ആൾക്കാർ ഈ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് സർജറിക്ക് ചെയ്യേണ്ടി വരും. ആ കോംപ്ലിക്കേഷൻസ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ് മൂത്രത്തിൽ പഴുപ്പ്, തുടരെയുള്ള മൂത്രത്തിൽ പഴുപ്പ്, പിന്നെ മൂത്രം സ്റ്റക്കാവും. അതായത് പല ആൾക്കാരും കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ മൂത്രം സ്റ്റക്കായിട്ടാണ് വരുന്നത്. കുറേ ആൾക്കാർ കാലങ്ങളായിട്ട് കത്തീഡ്രലായിരിക്കും, കാലാകാലങ്ങളായിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരും, പിന്നെ മൂത്രത്തിൽ കല്ലുണ്ടാകാം. പിന്നെ കൂടാതെ ചില ആൾക്കാരിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകും. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം നമ്മൾ സർജറി തന്നെ ചെയ്യണം. ഈ സർജറികൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലൂടെ മൂത്രനാളിൻ്റെ ഉള്ളിലൂടെ പോയി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർജറികളുണ്ട്. അപ്പം പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പം മാത്രമല്ല, ഈ കോംപ്ലിക്കേഷൻസും ഈ സർജറിയുടെ ഇൻഡിക്കേഷനാണ്. ഈ കോംപ്ലിക്കേഷൻ വന്നാലും നമ്മൾ സർജറിയുടെ കുറിച്ച് ചിന്തിക്കണം. പിന്നെ ഒരു മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് തടസ്സം കാരണം മൂത്രം പോകാതെ മൂത്രസഞ്ചിയിലെ മർദ്ദം കൂടി അത് കിഡ്നിയിലേക്ക് ആ മർദ്ദം ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ മർദ്ദം കിഡ്നിയിലേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പം മൂത്രത്തിലെ പഴുപ്പ്, താഴെ മൂത്രസഞ്ചിയിലെ പഴുപ്പ് കിഡ്നിയിലേക്ക് കയറി കിഡ്നിയിൽ ഇൻഫെക്ഷൻ, അതായത് പൈലോനെഫ്രൈറ്റിസ് എന്നൊരു സംഭവം വരാനും സാധ്യതയുണ്ട്. കൂടാതെ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനത്തെ കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കുക, നേരത്തെ ചികിത്സിക്കുക. അപ്പം സർജറി എന്ന് പറഞ്ഞാൽ ഉള്ളിലൂടെ പോയിട്ട് പ്രോസ്റ്റേറ്റിനെ ചിരണ്ടി എടുക്കുക എന്നാണ്. അത് പ്രോസ്റ്റേറ്റിൻ്റെ എൻലാർജ് ചെയ്യുന്ന ഏരിയ മാത്രം, അതായത് ഒരു ചില ഏരിയാസ് ട്രാൻസിഷൻ സോൺ എന്ന് പറയും, ഒരു സോണുണ്ട്. ആ സോണുകൾ മാത്രം നമ്മൾ ചിരണ്ടി എടുക്കുന്ന കറണ്ടിൻ്റെ ഇതിൽ നമ്മൾ ചിരണ്ടി എടുക്കുന്ന ഒരു സർജറി ഉണ്ട്. അതിന് TURP എന്ന് പറയും. അപ്പോൾ അതിൻ്റെ തൊലി മാത്രം വെക്കും, പ്രോസ്റ്റേറ്റിൻ്റെ തൊലി ഔട്ടർ കവറിങ് മാത്രം വെക്കും. ഉള്ളിലുള്ള സംഭവം നമ്മൾ ചിരണ്ടി ആ മൂത്രം പോകാനായിട്ട് തടസ്സമൊക്കെ മാറ്റി മൂത്രം പോകാനായിട്ടുള്ള ഒരു വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ പല ഫോംസും ഉണ്ട്. ഇതിനകത്ത് ഞാനിവിടെ ചെയ്യുന്നത് ലേസർ സർജറി. അതിൻ്റെ ലേസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് ഭയങ്കര ബ്ലീഡിങ് ഒക്കെ ഉള്ളൊരു പ്രോസ്റ്റേറ്റാണ്. അല്ലെങ്കിൽ ഈ ഹാർട്ടിൻ്റെ അസുഖമുള്ള പ്രായമായ ആൾക്കാർ ആയിരിക്കും മിക്കവാറും ഈ പ്രോസ്റ്റേറ്റ് സർജറിക്ക് കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഇവർ മിക്കവാറും ഈ രക്തം കട്ടുപിടിക്കാതിരിക്കുള്ള മരുന്ന് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ബ്ലീഡിങ് റിസ്ക് ഉണ്ട്. അപ്പോൾ ഈ ലേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ്ങിൻ്റെ റിസ്ക്കുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഉള്ളിലൂടെ പോയി ലേസർ ഉപയോഗിച്ചിട്ട് ഈ ഞാൻ പറഞ്ഞ ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഈ മുഴകളെ നമ്മൾ മാറ്റി നീക്കം ചെയ്യാം. അപ്പോൾ അങ്ങനെ പേഷ്യൻ്റെ മൂത്രം പോകാനുള്ള നല്ലൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് ഈ ഓപ്പറേഷൻസിൻ്റെ എല്ലാം ലക്ഷ്യം. അപ്പോൾ പുറത്ത് മുറിവുകളില്ലാത്തതുകൊണ്ട് പേഷ്യന് പെയിനും കുറവായിരിക്കും. സർ, ചില ആളുകളിൽ യൂറിലൂടെ ബ്ലഡ് വരുന്നതായിട്ട് കംപ്ലയിൻറ്റ്സ് പറയാറുണ്ട്. അത് എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണോ? അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതൊന്ന് പറയാമോ? വളരെ നല്ലൊരു ചോദ്യമാണ്. ഇത് മൂത്രത്തിൽ കൂടെ രക്തം വരിക, അതായത് മൂത്രത്തിൻ്റെ നിറം നമുക്കറിയാം, ഒരു ഇളം മഞ്ഞ കളറായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാർ നല്ല വെള്ളം കുടിക്കുന്ന ആൾക്കാർക്ക് വെള്ള കളറായിരിക്കും. അപ്പോൾ ഇതിനകത്ത് രക്തത്തിൻ്റെ അംശം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചുവന്ന കളറായി. ഈ ഇതിനെ ഇംഗ്ലീഷിൽ ഹെമറ്റൂറിയ എന്ന് പറയും. ഇത് വളരെ ഒരു ഗൗരവമായി കരുതേണ്ട ഒരു 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 അവസ്ഥയാണ് ഹെമറ്റൂറിയ കേട്ടോ, മൂത്രത്തിൽ രക്തം വരിക. അത് ഓരോ പ്രായം അനുസരിച്ചാണ്, ഓരോ ലിംഗം മീൻസ് സ്ത്രീ പുരുഷനോ അല്ലെങ്കിൽ പ്രായം അനുസരിച്ചാണ് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. അതായത് ഒരു 50 വയസ്സുള്ള അതൊരു പ്രായമുള്ള പുരുഷന്മാരിൽ, സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരിൽ വേദനയില്ലാതെ വരുന്ന മൂത്രത്തിലൂടെ ഉള്ള രക്തം അത് വളരെ ഗൗരവമായിട്ട് കരുതേണ്ടതാണ്. അത് ഈ ബ്ലാഡർ ട്യൂമറൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ബ്ലാഡറിലുള്ള തടിപ്പുകൾ, ബ്ലാഡർ ക്യാൻസർ, അത് കറക്റ്റ് നമ്മൾ ഹെമറ്റൂറിയ ഈ ബ്ലഡ് വരുന്നത് കറക്റ്റായിട്ട് നമ്മൾ അറിഞ്ഞ് ഒരു യൂറോളജിൻ്റെ സഹായം തേടി നമ്മൾ അത് ചികിത്സിക്കേണ്ട ആവശ്യകത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ബ്ലാഡർ ട്യൂമർ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെ ചെത്തിയെടുത്ത് സർജറിക്ക് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പൂർത്തിയായി. പിന്നെ അവിടുത്തെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ പഴുപ്പ്, അങ്ങനെയുള്ള മൂത്രത്തിൽ പഴുപ്പുള്ള ആൾക്കാർക്ക് ബ്ലഡും വരും, കൂടാതെ മൂത്രം ഒഴിക്കുമ്പോൾ എരിച്ചിലും പുകച്ചിലും എല്ലാം വരും. ചിലർക്ക് കുളിര് വരാം, പനി വരാം, അങ്ങനെല്ലാം വരാം. പിന്നെയുള്ളത് മൂത്രത്തിൻ്റെ കല്ലുകൾ, മൂത്രത്തിലൂടെ രക്തം വരാം. അപ്പം ബ്ലാഡറിലുള്ള കല്ലുകളാകാം, കിഡ്നിയിലുള്ള കല്ലുകളാകാം, കിഡ്നിയിലുള്ള ട്യൂബിലുള്ള യൂറിറ്ററിലുള്ള കല്ലുകളാകാം, ഇതിലും യൂറിറ്റർ. പക്ഷേ ഇതിനെല്ലാം സിംറ്റംസ് ഉണ്ട്, അതായത് വേദന, ഛർദി,
എല്ലാം ഉണ്ട്. അപ്പം സിംറ്റംസ് ഇല്ലാതെ, അതായത് ലക്ഷണമില്ലാതെ വരുന്ന, അതായത് വേദനകളോ ഒന്നും ഇല്ലാതെ വരുന്ന മൂത്രത്തിലൂടെ രക്തം പോകുന്നത് വളരെ ഗൗരവമായി നമ്മൾ കരുതണം. മെയിൻലി നമ്മൾ ഈ 50 വയസ്സ് കഴിഞ്ഞ പുകവലിക്കുന്ന പുരുഷന്മാർ കാണുന്നത് ബ്ലാഡറിലുള്ള തടുപ്പുകൾ തന്നെയാണ്. അത് വളരെ എത്രയും പെട്ടെന്ന് ഒരു യൂറോളജിനെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. സാർ, നമുക്ക് യൂറോളജിപരമായ ആരോഗ്യം നിലനിർത്താൻ, നല്ല രീതിയിൽ പോകാനായിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ സാറൊരു മെസ്സേജ് ഒന്ന് പറയാമോ? ഞാൻ പറഞ്ഞ പൊതുവേ കൂടുതൽ കണ്ടുവരുന്ന കല്ലുകൾ, പ്രോസ്റ്റേറ്റിലെ പ്രശ്നങ്ങൾ അല്ലേ. കല്ലുകൾക്ക് മെയിൻലി ഞാൻ പറഞ്ഞ പോലെ ധാരാളം വെള്ളം കുടിക്കുക. കല്ലിന് സാധ്യത ഉള്ള ആൾക്കാർ ധാരാളം വെള്ളം കുടിക്കുക, 2 ലിറ്റർ മേളിൽ വെള്ളം കുടിക്കുക, ഓക്സിഡേറ്റുള്ള ആഹാരം കുറയ്ക്കുക, യൂറിക് ആസിഡുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക, കാൽസ്യം ഉൾപ്പെടുത്തുക, പിന്നെ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, സിട്രേറ്റ് കുറയ്ക്കുക, പിന്നെ ജീവിതശൈലി രോഗങ്ങൾ, അമിതവണ്ണം അതെല്ലാം നിയന്ത്രിക്കുക. ഇതെല്ലാമാണ് കല്ല് വരാതിരിക്കാനുള്ള പ്രതിവിധികൾ. പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടുപിടിക്കുകയാണ് ഇതിൻ്റെ ശരിക്കാനുള്ള മുൻ പ്രതിവിധി. അതായത് നേരത്തെ കണ്ടുപിടിക്കുന്ന പ്രശ്നങ്ങൾ, നേരത്തെ നമ്മൾ ഈ പ്രോസ്റ്റേറ്റിന് മൂത്രതടസ്സം, അതായത് രാത്രി ഇടയ്ക്ക് മൂത്രമൊഴിക്കുക, മൂത്രം പിടിച്ചിരുത്താൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം നേരത്തെ നമ്മൾ മനസ്സിലാക്കി യൂറോളജിൻ്റെ സഹായം തേടി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അത് പല കാരണങ്ങളും ഉണ്ടാകാം. പ്രോസ്റ്റേറ്റ് വീക്കം കൊണ്ടാകാം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകാം, അങ്ങനെ പല വിധങ്ങളും ഉണ്ടാകാം. അപ്പോൾ ഇതൊന്നും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കുക, കറക്റ്റായിട്ട് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കൂടാതെ മൂത്രത്തിൽ രക്തം വരുന്നത് അത് വളരെ ഗൗരവമായിട്ട് എടുക്കുക, അത് യൂറോളജിൻ്റെ സഹായം തേടുക. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ യൂറോളജിയെക്കുറിച്ചും യൂറോളജി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചും സാറ് വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. സാറിൻ്റെ വാല്യുബിൾ ടൈം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ്. മറ്റൊരു ആരോഗ്യ സംബന്ധമായ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.